Hello everyone, welcome back to Dr. Hanan's Dental World. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പാരൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. യെസ്, നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കുട്ടികളുടെ റൂട്ട് കനാലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കുട്ടികളുടെ റൂട്ട് കനാലിന് പറയുന്ന മെഡിക്കൽ ടേം ഇൻ ഡെന്റിസ്ട്രി പൾപെക്ടമി എന്നാണ്, അഥവാ ബേബി റൂട്ട് കനാൽ. പൾപെക്ടമി എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ് പാർട്സ് ഓഫ് ടീത്ത്, അതായത് പല്ലുകളുടെ ഭാഗങ്ങളെക്കുറിച്ച്. ഇത് പല്ലിൻ്റെ ഒരു തെർമോകോൾ മോഡലാണ്. സോ പല്ലിന് ബേസിക്കലി രണ്ട് ഭാഗങ്ങളാണുള്ളത്. ദാറ്റ് ഈസ് ദ ക്രൗൺ പോർഷൻ, ഇത്രയും ഭാഗമാണ് ക്രൗൺ പോർഷൻ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതുവരെയുള്ള ഈ ഭാഗം, ഇതാണ് റൂട്ട് പോർഷൻ. ഈ ക്രൗൺ പോർഷനാണ് നമുക്ക് വായുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ഈ റൂട്ട് പോർഷൻ ബോണിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇനി പല്ലിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ പല്ലിന് 3 ലെയേഴ്സാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ലെയർ, ഈ വൈറ്റ് ലെയറിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ലെയർ, ദിസ് ഈസ് കോൾഡ് ആസ് ഡെൻറ്റിൻ. ആൻഡ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഈ ലെയർ, ഇതിനെ പറയുന്ന പേരാണ് പൾപ്പ്. ഈ പൾപ്പിലാണ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ്, നെർവ്സ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. സോ പല്ല് കേട് വരുമ്പോൾ ഏത് ലെയറിനെയാണ് എഫക്റ്റ് ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുക. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഡിസ്കളറേഷനാണ്, അതായത് നമ്മുടെ ഈ പല്ലിൻ്റെ ഈ ഇനാമൽ ലെയറില്ലേ, ഇത് മാത്രമാണ് എഫക്റ്റഡ് ആയിരിക്കുന്നത് എങ്കിൽ നമുക്ക് ആ കേട് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു നോർമൽ ഫില്ലിങ് ചെയ്യാൻ പറ്റും. ഇനി കേട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പല്ലിൻ്റെ സെക്കൻഡ് ലെയർ, ദാറ്റ് ഈസ് ഡെൻറ്റിൻ, ഈ ഡെൻറ്റിൻ എന്ന ലെയറിലേക്ക് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ, അതായത് ഈ ഡെൻറ്റിൻ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജാണ് നിങ്ങൾക്ക് പുളിപ്പ് അനുഭവപ്പെടുന്നത്. പല്ല് കേട് വരാതെയും നിങ്ങൾക്ക് പുളിപ്പ് അനുഭവപ്പെടാം കേട്ടോ. ലൈക്ക് ഇപ്പോൾ ഈ ഇനാമൽ ലെയറില്ലേ, ഈ ഇനാമൽ ലെയർ തേഞ്ഞ് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡെൻറ്റിൻ എക്സ്പോസ് ആവാനുള്ള സാധ്യത കൂടും. അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് കേട് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഫില്ലിംഗ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഫില്ലിങ്ങിന് മുന്നേ അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം ഒരു ബേസ്, അതായത് ഒരു മെഡിക്കമെൻറ്റ് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഫില്ലിംഗ് കൊടുക്കുന്നത്. ഇനി ഫൈനൽ സ്റ്റേജ്, അതായത് ഈ ഇൻഫെക്ഷൻ നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറായ പൾപ്പിനെയും കൂടി ബാധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്കത് പെയിനായിട്ട് അനുഭവപ്പെടുന്നത്. സോ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് റൂട്ട് കനാൽ. കുട്ടികളിൽ ഇത് പൾപെക്ടമി എന്ന് അറിയപ്പെടും. സോ ബേസിക്കലി റൂട്ട് കനാൽ പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പൾപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. അതായത് പൾപ്പിൻ്റെ എക്സ്റ്റൻഷൻ ഇസ് ടിൽ ദ റൂട്ട് ഓഫ് ദ ടൂത്ത്. സോ ഇവിടം തൊട്ട് ഫുൾ പൾപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ പല്ലിനെ റൂട്ട് തൊട്ട് ക്രൗൺ വരെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒരു ക്രൗൺ പ്ലേസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഈ പൾപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഡെഡ് ടൂത്ത്. കാരണം ഇതിൽ പിന്നെ ബ്ലഡ് വെസൽസോ നെർവ്സോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ഡെഡ് ടൂത്ത് ആയതുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഫോഴ്സ് വരുമ്പോൾ ഇത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഫില്ലിംഗ് മാത്രം പോരതിന് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ക്രൗൺ കൂടി പ്ലേസ് ചെയ്യും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂട്ട് കനാൽ പ്രൊസീജിയർ. ഇനി കുട്ടികളുടെ റൂട്ട് കനാലിൽ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഫർദറായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്താണ് ഈ പൾപെക്ടമി? പൾപെക്ടമി ഇസ് എ റൂട്ട് കനാൽ പ്രൊസീജിയർ ഓഫ് ദ പൾപ്പ് ടിഷ്യൂ that is irreversibly infected or necrotic as a result of dental caries or traumatic injury. ഈ ഡെഫിനേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ലേസർ ഡെന്റിസ്ട്രിയുടെ സെക്കൻഡ് എഡിഷൻ, ദാറ്റ് ഇസ് 2016 എഡിഷനിലാണ് പറയുന്നത്. അതായത്
എന്തെങ്കിലും കേട് കാരണം, ഇൻഫെക്ഷൻ കാരണം, അല്ലെങ്കിൽ പല്ലിൽ ഏൽക്കുന്ന ഏതൊരു ആഘാതം മൂലം പല്ലിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറായ പൾപ്പിൽ ബാധിക്കുന്ന ഇൻഫെക്ഷനെ ഒരു റൂട്ട് കനാൽ പ്രൊസീജിയറിലൂടെ ട്രീറ്റ് ചെയ്യുന്നതാണ് പൾപെക്ടമി. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയ ഡെൻറ്റൽ അവയർനെസ് ടോക്കിൽ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഈ പാരൻസിന് ഉള്ള ഒരു വലിയ ഡൗട്ടാണ് ഈ മിൽക്ക് ടൂത്ത് എന്തിന് റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് എന്തായാലും ആ പല്ല് കൊഴിഞ്ഞിട്ട് നമുക്ക് നല്ല പല്ലുകൾ വരുമല്ലോ. സോ എന്തിനു വേണ്ടിയാണ് ഈ റൂട്ട് കനാൽ പ്രൊസീജിയർ പാൽ പല്ലുകളിൽ ചെയ്യേണ്ടത് എന്ന്. ആക്ച്വലി അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ബട്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഓരോ ടൂത്തും ഇറക്റ്റ് ആവേണ്ട ഒരു പെർട്ടിക്കുലർ ഏജ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്രോണോളജി ഓഫ് ഡെൻറ്റേഷൻ. സോ ഈ പ്രൈമറി ടൂത്ത് അഥവാ മിൽക്ക് ടൂത്ത് അഥവാ പാൽ പല്ലുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസർവിങ് സ്പേസ് ഫോർ ദ പെർമനൻറ്റ് ടൂത്ത്. അതായത് നമ്മുടെ ഈ പെർമനൻറ്റ് ടൂത്ത് വരുന്നവരേക്കും ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിൽക്ക് ടൂത്താണ്. ഇൻ കേസ് എന്തെങ്കിലും കാരണം ഈ മിൽക്ക് ടൂത്ത് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇത് മുന്നേ കൂട്ടി കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പെർമനൻറ്റ് ടൂത്ത് വരാനും ലേറ്റമല്ല. ഇങ്ങനെ പ്രീമെച്യൂറായിട്ട് മിൽക്ക് ടൂത്ത് ലോസ് ആവുമെങ്കിൽ അതുമൂലം ചവയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പിന്നെ സ്പീച്ചിൻ്റെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ ഈ പല്ല് പോയ സ്പേസ് ഉണ്ടാവില്ലേ, ആ സ്പേസിലേക്ക് തൊട്ടടുത്തുള്ള പല്ല് നീങ്ങി വരാനുള്ള സാധ്യത കൂടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ പെർമനൻറ്റ് ടൂത്ത് ഇറക്റ്റ് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നും ഇല്ലാണ്ട് അത് പല്ലിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിച്ച് ക്രൗഡിങ് അതുപോലത്തെ ഇഷ്യൂസിലേക്കൊക്കെ മാറിയേക്കും. സോ എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും പൾപെക്ടമിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഈ രണ്ട് പ്രൊസീജിയറിലും നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് പൾപ്പിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ഫില്ലിങ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പൾപെക്ടമി എന്ന പ്രൊസീജിയറിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ പിന്നീട് നമ്മുടെ ബോഡി റീഅബ്സോർബ് ചെയ്യും. അതായത് പെർമനൻറ്റ് ടൂത്ത് ഇറക്റ്റ് ആകുമ്പോൾ ഇത് റീഅബ്സോർബ്ഡ് ആകും. ബട്ട് ഇൻ റൂട്ട് കനാൽ പ്രൊസീജിയർ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ പൾപെക്ടമി ഫോളോഡ് ബൈ എ പെർമനൻറ്റ് ഫില്ലിംഗ് ആൻഡ് ദെൻ പ്ലേസ്മെൻറ്റ് ഓഫ് ക്രൗൺ. അതായത് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് പൾപെക്ടമി. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പെർമനൻറ്റ് ഫില്ലിങ്, അതിൻ്റെ മേലെ ഒരു ക്യാപ്പ് പ്ലേസ് ചെയ്യും. പൾപെക്ടമി പ്രൊസീജിയറിൽ നമ്മൾ ജസ്റ്റ് ഫില്ലിങ് ചെയ്താണ് വിടുന്നത്, ബിക്കോസ് അത് കൊഴിഞ്ഞു പോകുന്ന പല്ലാണ്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റൂട്ട് കനാൽ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് പെർമനൻറ്റ് ടൂത്തിലാണ്, വേറെ പൾപെക്ടമി ഇസ് ഫോർ മിൽക്ക് ടീത്ത്. സോ പൾപെക്ടമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺഫ്യൂഷനുള്ളൊരു സിമിലർ ടേമും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് പൾപ്പോട്ടമി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൾപെക്ടമി ആൻഡ് പൾപ്പോട്ടമി? ഈ പൾപെക്ടമി എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് പൾപ്പാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പല്ലിൻ്റെ ക്രൗൺ പോർഷനും റൂട്ട് പോർഷനും കംപ്ലീറ്റ് ആയിട്ട് പൾപ്പിനെ നമ്മൾ റിമൂവ് ചെയ്യും. ബട്ട് വേറാസ് ഇൻ പൾപ്പോട്ടമി ഓൺലി ദ കൊറോണൽ പോർഷൻ ഓഫ് ദി പൾപ്പ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് മാത്രമാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൾപ്പോട്ടമിനെ നമ്മൾ പാർഷ്യൽ പൾപെക്ടമി എന്നും പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൾപ്പ് തെറാപ്പി. ഇത് യൂഷ്വലി ലെസ് സിവിയർ ആയിട്ടുള്ള പൾപ്പിൻ്റെ ഇൻഫെക്ഷൻ്റെ കേസിലാണ് ചെയ്യുന്നത്. ഇനി പൾപെക്ടമി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ബേസിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഫസ്റ്റ്, ഒരു കുട്ടി പെയിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഓൺ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇഫ് വി ഫീൽ ദാറ്റ് ആ കുട്ടിയുടെ ഇൻഫെക്ഷൻ ഒരുപാട് ഡീപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്റേ സജസ്റ്റ് ചെയ്യും. ഈ എക്സ്റേയിലൂടെ നമുക്ക് എന്തെങ്കിലും സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദി റൂട്ട് കനാൽ എന്നിവയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ എക്സ്റേസ് ഉപയോഗിച്ച് നമുക്ക് പൾപെക്ടമി വേണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം ഈ പൾപെക്ടമി പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ടൂത്തിന് ആ ഏരിയ ലോക്കലായിട്ട് അനസ്തറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പല്ലിലേക്ക് ഒരു ഹോള് ഡ്രിൽ ചെയ്യും. അതിനുശേഷം സ്മോൾ ഡെൻറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫയൽസ് എന്നാണ് അതിനെ പറയുന്നത്, ഈ ഫയൽസ് ഉപയോഗിച്ച് ഈ പൾപ്പിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ ടീത്തിനെ നമ്മളൊരു റിസോർബിൾ മെറ്റീരിയൽ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ആൻഡ് ഫൈനലി ദ ടീത്ത് ഇസ് ക്യാപ്ഡ് വിത്ത് എ പെർമനൻറ്റ് ഫില്ലിംഗ്.
പിന്നെ ഈ ഹോള് ഡ്രില്ല് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോള് ഡ്രില്ല് ചെയ്യല്ല കേട്ടോ. ഈ ഹോൾ എവിടെ ഡ്രില്ല് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് ഓരോ ടൂത്തിൻ്റെ പൾപ്പ് കനാൽസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. സോ അതനുസരിച്ച് ഹോൾ ഡ്രില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽസ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഈ പൾപ്പിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി പൾപ്പെക്ടമിക്ക് ശേഷമുള്ള റിക്കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൾപ്പെക്ടമി ചെയ്ത പല്ലുണ്ടാവില്ലേ, ആ ഏരിയ, അതായത് ആ ടൂത്ത് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്നും കഴിക്കാണ്ടിരിക്കുക. അതായത് നമ്മൾ ഈ പൾപ്പെക്ടമി ചെയ്യുന്നത് ആ ഏരിയ തരിപ്പിച്ചുകൊണ്ടാണല്ലോ. സോ ആ തരിപ്പ് മാറുന്നവരേക്കും ആ ഭാഗം യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കരുത്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ബൈറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കടിക്കണതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. സോ ആ ഭാഗം വെച്ച് കഴിക്കാണ്ടിരിക്കുക തരിപ്പ് മാറുന്നവരേക്കും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഈ ആൻറ്റിബയോട്ടിക്സ് കൃത്യമായിട്ട് കഴിക്കണം. സാധാരണ ഒരു കുട്ടി പെയിനായിട്ട് നമ്മൾ കാണാൻ വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും, ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. സോ ഈ ആൻറ്റിബയോട്ടിക്സ് കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ പൾപ്പെക്ടമിക്ക് മുന്നേയും അതുപോലെ തന്നെ പൾപ്പെക്ടമിക്ക് ശേഷം കഴിക്കാൻ പറയുമ്പോൾ അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി ഈ പൾപ്പെക്ടമി ചെയ്ത പല്ലിൻ്റെ ചുറ്റുള്ള ഭാഗം ചിലപ്പോൾ കുറച്ച് ദിവസത്തിലേക്ക് സ്വെല്ലിങ് ഉണ്ടാവും, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിരിക്കും. സോ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ പെയിൻ കില്ലേഴ്സും ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും യൂഷ്വലി. സോ ഈ പെയിൻ കില്ലേഴ്സും കറക്റ്റായിട്ട് കഴിക്കും. പൾപ്പെക്ടമിക്ക് ശേഷവും നോർമലായിട്ട് തന്നെ ബ്രഷ് ചെയ്യാം, ഫ്ലോസ് ചെയ്യാം. എന്നാൽ ഈ മേൽ പറയുന്ന ഏതെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ വിളിക്കാൻ മറക്കരുത്. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് പെയിൻ, അതായത് വേദന കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ. രണ്ടാമത്, പെയിൻ ദാറ്റ് ലാസ്റ്റ് ഫോർ മോർ ദാൻ ഫ്യൂ ഡേയ്സ്, അതായത് കുറച്ച് ദിവസം അധികം നീണ്ടു നിൽക്കുന്ന ഒരു പെയിനും അനുഭവപ്പെടുകയാണെങ്കിൽ. മൂന്നാമത്തത്, ന്യൂ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ അറൗണ്ട് ദ ടൂത്ത്, അതായത് എന്തെങ്കിലും പുതിയതായിട്ടുള്ള വീർപ്പോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഈ പൾപ്പെക്ടമി ചെയ്ത ടൂത്തിന് ചുറ്റും കാണപ്പെടുകയാണെങ്കിൽ. നാലാമത്തത്, ഇൻക്രീസിങ് സെൻസിറ്റിവിറ്റി ടു കോൾഡ് ഓർ ഹീറ്റ്, അതായത് ചൂടിനോ തണുപ്പിനോ കൂടുതലായിട്ട് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുകയാണെങ്കിൽ. ആൻഡ് ഫൈനലി അഞ്ചാമത്തത്, ഇനേബിലിറ്റി ടു ച്യൂ യൂസിങ് ദാറ്റ് ടീത്ത്, അതായത് നമ്മൾ പൾപ്പെക്ടമി ചെയ്ത പല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് കടിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ. സോ പൾപ്പെക്ടമി പ്രൊസീജിയർ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഓറൽ ഹൈജീൻ, അതായത് ദിവസം 2 നേരം പല്ല് തേക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക. ബിക്കോസ് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഈ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ അതുപോലെ തന്നെ ആസിഡ്സ് ഇതെല്ലാം വാഷ് ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ ഈ ഷുഗർ കണ്ടൻറ്റ് ഉള്ള ഡ്രിങ്ക്സ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് വല്ല വെള്ളമോ പാലോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ തീർച്ചയായിട്ടും റെഗുലറായിട്ട് ഡെൻ്റൽ ചെക്കപ്പ്സ് നടത്തുക. സോ ഇപ്പോൾ കുട്ടികളുടെ റൂട്ട് കനാലിനെ കുറിച്ചുള്ള അത്യാവശ്യം ഡൗട്ട്സുകളൊക്കെ പാരൻസിന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സോ ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഈ പാൽപ്പല്ലുകൾ നന്നായിട്ട് പരിചരിച്ചാൽ മാത്രമേ ഭാവിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പെർമനൻറ്റ് ടീത്ത് ഉണ്ടാകൂ. സോ പാരൻസ് അത് തീർച്ചയായിട്ടും നല്ലോണം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നത് വരേക്കും ദിസ് ഇസ് ഡോക്ടർ ഹനാൻ സൈനിങ് ഓഫ്.